വെൽക്കം ബാക്ക് ടു ആംസോക്സ്. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ബേസിക് ആയിട്ടുള്ള യൂസ്ഫുൾ ടിപ്സ് ആയിട്ടാണ് കേട്ടോ. സ്പെഷ്യലി നമ്മുടെ മൺസൂൺ സീസണിലെ കുറച്ച് ബേസിക് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ടിപ്സ് ആയിട്ടാണ്. ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. സോ മസ്റ്റ് ആയിട്ട് നിങ്ങൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക കേട്ടോ. സോ നമുക്ക് ക്ലൈമറ്റ് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു മൺസൂണിലായ പോലും നമുക്ക് പറഞ്ഞ പോലെ വെയിലും കാര്യങ്ങളും അതും ഇടയ്ക്ക് വന്ന് പോകുന്നുണ്ട്. സോ മൺസൂണിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ആൻഡ് ഹെയർ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് കുറച്ചുകൂടെ പ്രോപ്പർ കെയർ കൊടുത്ത് നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അത് എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത്. സോ പെട്ടെന്ന് നമുക്ക് വീട്ടിലോട്ട് കിടക്കാം. അതിന് മുന്നേ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എന്റെ പേര് ശ്രുതി എന്നാണ്. നമ്മുടെ ചാനൽ നെയിം വന്നിട്ട് ആംസ്ലോക്സ് ബൈ ശ്രുതി എന്നാണ് കേട്ടോ. അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഇതേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പൊ നമുക്ക് വീട്ടിലോട്ട് കിടക്കാം. അപ്പൊ വന്നിട്ട് ഓരോരോ സീസണിലും നമ്മളെ ഹെയർ കെയറും സ്കിൻ കെയറും എല്ലാം തന്നെ ഡിഫറെന്റ് ആയിരിക്കും. അത് നിങ്ങൾ എത്ര പേര് ശ്രദ്ധിക്കാറുണ്ട്? അതായത് നമ്മളെ സമ്മറിലുള്ള കാര്യങ്ങളായിരിക്കില്ല, സെയിം പ്രൊഡക്ട്സ് ആയിരിക്കില്ല നമുക്ക് മൺസൂണിലോ വിന്ററിലോ വരിക. അപ്പോഴൊക്കെ നമ്മൾ എക്സ്ട്രാ കെയർസ് കൊടുക്കേണ്ട ടൈം വരും, അല്ലെങ്കിൽ അത്രത്തോളം നമ്മൾ മിനിമം പ്രൊഡക്ട്സ് യൂസ് ചെയ്യേണ്ട ടൈം വരും. അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ സമ്മറിൽ യൂസ് ചെയ്ത് പ്രൊഡക്റ്റിന്റെ ഒരു എന്താ പറയുക ഹൈഡ്രേഷൻ നമുക്ക് സെയിം മോയ്സ്ചറൈസർ യൂസ് ചെയ്താൽ ഇപ്പൊ കിട്ടിക്കോളുന്നില്ല. സോ നമ്മൾ അതിന്റെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്ത് ഇൻഗ്രീഡിയൻസ് എല്ലാം ചേഞ്ച് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. സോ നമുക്ക് കലാകാലം ഒരേ ടൈപ്പ് ഒക്കെ യൂസ് ചെയ്യാന്നുള്ളത് വളരെ ചിലർക്ക് മാത്രമേ അത് പറ്റിക്കൊള്ളുന്നുള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ സീസൺസ് മാറുന്നതിനനുസരിച്ച് നമ്മളെ ഹെയർ കെയർ സ്കിൻ കെയറിലൊക്കെ ചേഞ്ചസ് വരുത്തേണ്ടതുണ്ട്. അപ്പൊ അത് എത്ര പേർക്ക് അറിയാം എന്നുള്ളത് പ്ലീസ് ഡു കമന്റ്. നിങ്ങൾ അങ്ങനെ ചേഞ്ച് വരുത്താറുണ്ടോ എന്നും കൂടെ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ടിപ്പിലേക്ക് പോയാലോ. ഫസ്റ്റ് വൺ, ഞാൻ സ്കിന്നിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ബേസിക് ആയുള്ള 2-3 ടിപ്സ് ആണ് പറയുന്നത്. അത് അത്രയൊരു ബേസിക് ആയിട്ടുള്ള കെയർ ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയായിരിക്കും. പുതിയ പ്രശ്നങ്ങൾ വരാണ്ടിരിക്കാനും ഉള്ള പ്രശ്നത്തെ ജസ്റ്റ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ടും നമ്മൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാലൊക്കെ മതിയായിരിക്കും. സോ ഞാൻ അറിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. സോ ഫസ്റ്റ് വൺ, നമ്മൾ സ്കിന്നിന്റെ കാര്യം എടുക്കുക. അപ്പോൾ സ്കിന്നിന്റെ കാര്യത്തിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫുൾ കംപ്ലീറ്റ് നമുക്ക് മഴയൊക്കെ ഉള്ള ടൈം ആണെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് എന്താ, നമ്മൾ ഫുൾ ചിലപ്പോൾ നനഞ്ഞായിരിക്കും നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ, ബൈക്കിൽ പോകുമ്പോൾ അധികം നമ്മൾ ചിലപ്പോൾ നനഞ്ഞൊരു ഫീലായിരിക്കും. കുളിച്ചാലൊന്നും നമ്മുടെ ശരീരം കൊണ്ട് ഉണങ്ങിയ ഫീൽ നമുക്ക് ചിലപ്പോൾ കിട്ടില്ല. ഫുൾ ടൈം ഒരു തണുത്ത് നിൽക്കുകയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെയൊക്കെ അവസ്ഥ ചില നേരത്തെ അങ്ങനെയാണ്. സോ ഈ ഒരു ടൈമിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമ്മുടെ സ്കിൻ ഭയങ്കര സപ്പിളാണ്, ഭയങ്കര ഹൈഡ്രേറ്റഡ് ആണെന്ന്. പക്ഷേ അതങ്ങനെയല്ല. സോ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ സ്കിൻ കെയർ നിങ്ങൾ ചെയ്തിരിക്കണം. അതായത് ഫേസ് വാഷ്, അതുപോലെ മോയ്സ്ചറൈസർ, അതുപോലെ സൺസ്ക്രീൻ. സോ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ബേസിക് ആയിട്ട് എല്ലാ ക്ലൈമറ്റിലും ചെയ്തു പോവേണ്ട ഒരു സ്കിൻ കെയർ റുട്ടീനാണ് കേട്ടോ. സോ അത് നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുക. നമ്മളെ സ്കിന്ന് ഭയങ്കര ഹൈഡ്രേറ്റഡ് ആണെന്നുള്ളൊരു ഫീല് കിട്ടുന്നതുകൊണ്ട് നമ്മളത് ചെയ്യാണ്ടിരിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുക. ഇനി വന്നിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങൾ മഴ കൂടുതലായിട്ട് നനയാൻ ചാൻസ് ഉണ്ട് അല്ലേ. മഴക്കാലത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പുറത്ത് പോവുക, അല്ലെങ്കിൽ നമ്മൾ നനയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ ഈ ഒരു ടൈമും നമ്മുടെ സ്കിന്നിൽ കൂടുതലായിട്ട് എന്താവും, മുഖം വാഷ് ചെയ്യുന്ന പോലെ ഒരു എന്താ പറയുക, നമ്മൾ പുറത്ത് പോകും അപ്പോഴൊക്കെ മുഖമൊക്കെ നനയാൻ ചാൻസ് ഉണ്ട്. സോ ബേസിക് ആയിട്ട് നമ്മൾ 2 ടൈം മാത്രം നമ്മൾ ഫേസ് വാഷ് ചെയ്താൽ മതി. രാവിലെ നമ്മൾ AM റുട്ടീനിലും PM റുട്ടീനിലൊക്കെ ആയിട്ട് നമ്മൾ വാഷ് ചെയ്താൽ മതിയാവും. ഓവറായിട്ട് നമ്മൾ വാഷ് ചെയ്യുന്നത് നമ്മളെ സ്കിന്നിന് നല്ലതല്ല കേട്ടോ. സോ ഈ ഒരു ടൈം നിങ്ങൾ കൂടുതലായിട്ട് നനഞ്ഞ് നിങ്ങളെ ഫേസ് വാഷ് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. സോ അത് നിങ്ങൾ മാക്സിമം ഒന്ന് കുറയ്ക്കുക കേട്ടോ. മഴ ഒരുപാട് നനയാണ്ടിരിക്കാൻ, അല്ലെങ്കിൽ നനഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ മോയ്സ്ചറൈസറൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതുപോലെ ഈ മഴവെള്ളം നിങ്ങൾ ഫേസിൽ കൊണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നോർമൽ നിങ്ങളുടെ വീട്ടിലെ ടാപ്പ് വാട്ടറിൽ ഫേസ് ഒന്ന് വാഷ് ചെയ്യാനായിട്ട് കൂടെ ശ്രദ്ധിക്കുക. പിന്നെ ഈ വാഷ് ചെയ്യുന്ന എല്ലാ ടൈമും തന്നെ നിങ്ങൾ ഫേസ് വാഷ് ഒന്നും ഇട്ട് വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ കൂടുതലായിട്ട് വാഷ് ചെയ്യുമ്പോൾ ചിലവർക്ക് എന്താവും, ഓയിൽ പ്രൊഡക്ഷൻ കൂടാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മളിങ്ങനെ നമ്മുടെ ഫേസിലുള്ള ഓയിൽ എപ്പോഴും ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളെ ഫേസിൽ കൂടുതലായിട്ട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും. നമ്മളെ ഫേസിൽ ഈ ഓയിൽ ഇല്ലല്ലോ എന്നുള്ള കരുതിയിട്ട് വീണ്ടും അത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും. സോ അങ്ങനെ ചിലവർക്ക് ഓയിൽ പ്രൊഡക്ഷൻ കൂടാം. അതുപോലെ എപ്പോഴും നനഞ്ഞിട്ട് എക്സ്ട്രീം ഡ്രൈ സ്കിൻ ഒക്കെ ഓൾറെഡി ഉള്ളവർക്ക് കൂടുതൽ ഡ്രൈ ആവാനും കൂടെ ഈ ഒരു ഫേസ് വാഷ് ചെയ്യുന്നത് കാരണമാവും. സോ നിങ്ങൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. സോ നെക്സ്റ്റ് നമ്പർ 3 വന്നിട്ട് നിങ്ങൾ സ്കിൻ കെയറിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വിചാരിക്കും അയ്യോ സൂര്യനൊന്നും ഇല്ലല്ലോ, മഴക്കാറല്ലേ, മഴക്കാലമല്ലേ, നമ്മൾ സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യാന്നുള്ളത്. സോ നിങ്ങൾ സൺസ്ക്രീൻ സ്കിപ്പേ ചെയ്യേണ്ട, സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യേണ്ട ഒരു കാര്യമില്ല കേട്ടോ. നിങ്ങൾ എന്തായാലും മിനിമം ഒരു 30+ ഉള്ളൊരു സൺസ്ക്രീൻ നിങ്ങൾ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുക എന്നുള്ളതാണ്. കാരണം ഈ ഒരു വെയിലിൻ്റെ ചൂടല്ല നമ്മുടെ ഒരു എന്താ പറയുക സ്കിന്നിൽ പ്രശ്നം വരുന്നത്. അത് മാത്രമല്ല നമ്മുടെ UV റേസ് ഒക്കെ നമുക്ക് ഇപ്പോൾ
നമ്മളെ സ്കിന്നിൽ അടിക്കുന്നുണ്ട്. അതാണ് നമുക്ക് ടാനിങ് വരാനും അല്ലെങ്കിൽ സ്കിന്നിന് മറ്റ് പ്രോബ്ലംസ് വരാൻ കാരണമായിട്ടുള്ളത്. സോ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്തായാലും എല്ലാ സീസണിലും നമ്മൾ എന്ത് ചെയ്യണം, സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കണം. സോ നിങ്ങൾ മിനിമം 30+ എങ്കിലുള്ള ഒരു ബേസിക് ആയിട്ടുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിന് ഇഷ്ടമുള്ള സൺസ്ക്രീൻസ് യൂസ് ചെയ്യാം കേട്ടോ. സോ ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ, സ്കിൻ കെയറിലൊക്കെ പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ടാഗ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ സൺസ്ക്രീനിൻ്റെ കാര്യം പറഞ്ഞല്ലോ. നെക്സ്റ്റ് കാര്യം പറയാനുള്ള, നേരത്തെ പറഞ്ഞ മോയ്സ്ചറൈസറിൽ തന്നെ സമ്മറിൽ ഇപ്പോൾ നിങ്ങളൊരു ജെൽ ബേസ് ഒക്കെയാണ് യൂസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ മഴക്കാലത്ത് ഒരു ക്രീം ബേസ് മോയ്സ്ചറൈസറിലേക്ക് മാറേണ്ടി വരും. അപ്പോൾ നമ്മൾ സ്കിൻ ടൈപ്പ് ചേഞ്ച് ആവുന്നതനുസരിച്ച് നമ്മളെ മോയ്സ്ചറൈസറിൻ്റെ ബേസ് കൂടെ നിങ്ങൾ നോക്കണം. ജെൽ ബേസ് ആണോ അല്ലെങ്കിൽ ഓയിലി ആയിട്ടുള്ള ക്രീം ബേസ് ആണോ നിങ്ങൾക്ക് വേണ്ടത്, അല്ലെങ്കിൽ കോമ്പിനേഷൻ സ്കിൻ ആണോ, നിങ്ങളെ സ്കിൻ ടൈപ്പ് മാറുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ നോക്കണം. ആ മാറുന്നതിനനുസരിച്ച് നിങ്ങളെ മോയ്സ്ചറൈസറിൻ്റെ കാര്യങ്ങളും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു മഴക്കാലത്ത് നമ്മുടെ അന്തരീക്ഷം മൊത്തത്തിൽ നമ്മുടെ ഒരു ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ഒരു വെറ്റ്നെസ് ഫീൽ ആയിരിക്കുമല്ലോ അല്ലേ. സോ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാം, നമ്മൾ തോന്നൽ നമ്മൾ ഹൈഡ്രേറ്റഡ് ആണ്, നമ്മൾ ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആയിട്ട് നമ്മളെ സ്കിൻ ഇരിക്കുന്നതെന്നാണ്. സോ അങ്ങനെയല്ല, വെറും തോന്നൽ മാത്രമാണ് കേട്ടോ. നമ്മൾ പുറമേ നമുക്ക് അങ്ങനെയാണെങ്കിലും നമ്മളെ ഉള്ളിൽ നമുക്ക് നന്നായിട്ട് ഡീഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കുകയായിരിക്കും, ഡ്രൈനെസ് ഒക്കെ വരുമായിരിക്കും കേട്ടോ. ഈ ഒരു ടൈം നിങ്ങൾ നന്നായിട്ട് തന്നെ ബോഡി കെയർ ചെയ്യുക, ബോഡി ലോഷൻ അല്ലെങ്കിൽ ബോഡി ഓയിലിംഗ് ഒക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് മെയിനായിട്ടുള്ളൊരു കാര്യമാണ് വാട്ടർ ഇൻടേക്ക്. ആ ഒരു കാര്യം ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിൽ അങ്ങോട്ട് എത്തിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഞാൻ എന്തായാലും ട്രൈ ചെയ്യുന്നതായിരിക്കണം. അതിനായിട്ടൊരു ബോട്ടിലൊക്കെ ഞാൻ വാങ്ങാനുള്ള പ്ലാനാണ് ഗൈസ്. അത് ഞാൻ കൊണ്ട് നടക്കുക ബോട്ടിൽ. അപ്പോൾ എന്തൊക്കെയായാലും വാട്ടർ ഇൻടേക്ക് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ എന്തായാലും ഒരു 2 ലിറ്ററിന് എബോ നിങ്ങൾ വാട്ടർ എന്തായാലും ഇൻടേക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മഴക്കാലത്ത് നമുക്കധികം ദാഹിക്കില്ല, നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ഫീൽ ആയിരിക്കും ഉണ്ടാവുക. സോ ഇത് വാട്ടർ ഇൻടേക്ക് കുറയുന്ന മൂലം നമുക്ക് സ്റ്റൊമക്കിൽ ഓൾറെഡി ഉള്ള നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ കാര്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്, സ്കിൻ ഡ്രൈനെസ് കൂടാൻ ചാൻസ് ഉണ്ട്, അതുപോലെ ഹെയർ ലോസ് വരാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ എല്ലാത്തിനും ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ ഒരു വാട്ടർ ഇൻടേക്ക് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ നിങ്ങൾ വാട്ടർ ഇൻടേക്ക് ശ്രദ്ധിക്കുക. സോ ബേസിക് ആയിട്ട് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യണം, സ്കിൻ കെയറിൽ ശ്രദ്ധിക്കണം. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ഹെയർ കെയറിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് കേട്ടോ. സോ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മഴക്കാലത്ത് നിങ്ങൾ നിങ്ങളുടെ ഹെയർ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. എനിക്ക് തോന്നുന്നു സ്കിന്നിനെ പോലെ അല്ലെങ്കിൽ സ്കിന്നിനേക്കാളും നിങ്ങൾക്ക് ഹെയറിൽ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം. മഴക്കാലത്ത് പൊതുവേ നമുക്ക് ഹെയർ ലോസ് ഒക്കെ കൂടാനുള്ളൊരു ടെൻഡൻസി ഉണ്ട് കേട്ടോ. സോ നിങ്ങൾ ഈ ഒരു പ്രോപ്പർ കെയർ ഒക്കെ നിങ്ങൾ എടുക്കുക. ഡെയിലി നിങ്ങൾ തല കുളിക്കണോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരിക്കും. തല നിങ്ങൾ കുളിക്കണോ എന്ന് വെച്ചാൽ ഡെയിലി ബേസിന് നിങ്ങൾ തല കഴുകണമെന്ന് നിർബന്ധമില്ല. അത് മാത്രമല്ല നിങ്ങൾ ഓരോ പലരുടെ വർക്ക് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഏത് മഴക്കാലത്തായാലും ഒരുപാട് സ്വെറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. സോ നിങ്ങൾ സ്കാൽപ്പ് നിങ്ങൾക്ക് ഡേർട്ടി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്കാൽപ്പ് എന്തായാലും നിങ്ങൾ വാഷ് ചെയ്തിരിക്കണം. അതർവൈസ് നമുക്ക് സ്കാൽപ്പ് നല്ല ഫ്രഷ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി ബേസ് ഒന്നും വാഷ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല കേട്ടോ. സോ നിങ്ങൾ ഹെയർ വാഷിൻ്റെ കാര്യത്തിൽ ഈ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ഓർത്ത് വയ്ക്കുക. അത് മാത്രമല്ല, നിങ്ങൾ എന്തായാലും ഷാംപൂ, കണ്ടീഷണർ മഴക്കാലത്ത് യൂസ് ചെയ്യുക കേട്ടോ. ഷാംപൂ നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ട് കളഞ്ഞ് ക്ലീനൊക്കെ ചെയ്യാനും, അതുപോലെ കണ്ടീഷണർ മസ്റ്റായിട്ട് നമ്മളെ ഹെയർ നന്നായിട്ട് സോഫ്റ്റ് ആൻഡ് ഫ്രിസ് ഫ്രീ ഒക്കെ ആക്കാനും ഹെൽപ്പ് ചെയ്യും. സോ ഡ്രൈനെസ് ഒക്കെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ നിങ്ങൾ എന്തായാലും ഹെയർ വാഷ് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങളുടെ സ്കാൽപ്പ് ഡേർട്ട് ആൻഡ് ക്ലീൻ എന്താ പറയുക, സ്കാൽപ്പ് പെട്ടെന്ന് തന്നെ ഡാൻഡ്രഫ് ഒക്കെ ഉള്ളവരാണെങ്കിൽ സ്പെഷ്യലി നിങ്ങൾ ശ്രദ്ധിക്കുക. സോ നിങ്ങൾക്ക് ഡേർട്ട് ആയിട്ട് തോന്നുന്നുണ്ട്, സ്വെറ്റ് നിൽക്കുന്നുണ്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഡെയിലി വാഷ് ചെയ്തോളൂ, നോ പ്രോബ്ലം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 2 ഡേയ്സ് കൂടുമ്പോഴോ 1 ഡേ കൂടുമ്പോഴൊക്കെ ആയിട്ട് ആൾട്ടർനേറ്റീവ് ഡേയ്സിലൊക്കെ വാഷ് ചെയ്താൽ മതിയായിരിക്കും. പിന്നെ വന്നിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങൾ നൈറ്റ് തല കുളിക്കുമ്പോൾ നൈറ്റ് നിങ്ങൾ മുടി ഒരു ഹാഫ് ഡ്രൈ എങ്കിലും ആക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ കിടക്കുക എന്നുള്ളത്. ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഡാൻഡ്രഫ് വരാനോ അല്ലെങ്കിൽ ഡാൻഡ്രഫ് കൂടാനോ ചാൻസ് ഉണ്ട്. നമ്മൾ ആ ഒരു നനവോടെ കിടന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും നമ്മളെ മുടി രാത്രി ഒന്നും ഉണങ്ങി കിട്ടൂല. സോ നമ്മളെ പില്ലോ കവർ നനയാനും അതുവഴി നമുക്ക് മുഖക്കുരു വരാനും ഫംഗൽ ഇൻഫെക്ഷൻ കൂടാനൊക്കെ ചാൻസ് ഉണ്ട്. സോ നിങ്ങളെ മുടി നിങ്ങൾ ഡ്രൈ ആക്കിയതിന് ശേഷം മാത്രം നൈറ്റ് നിങ്ങൾ കിടക്കുക എന്നുള്ളതാണ് കേട്ടോ. നെക്സ്റ്റ് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പകൽ തല കുളിക്കുന്നവരാണെങ്കിൽ, ഇനി പകലായാലും രാത്രി ആയാലും
നനഞ്ഞ മുടി നിങ്ങൾ ഒരിക്കലും കെട്ടിവെക്കരുത്. നനഞ്ഞ മുടി കെട്ടിവെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു മഴക്കാലത്ത് നിങ്ങൾക്ക് മുടിക്കായ എന്നൊരു പ്രോബ്ലം, മുടിക്കായ എല്ലാ സ്ഥലത്തും അങ്ങനെ പറയാൻ തോന്നുന്നു. നമ്മുടെ മുടിയുടെ നാലിലിങ്ങനെ കുഞ്ഞു കുഞ്ഞു ബോൾസ് പോലെ ഇങ്ങനെ ഒരു ചെറിയ ചെറിയ സംഭവം ഉണ്ടായിരിക്കും. അത് മുടിക്ക് ഡാമേജ് ആണ്. അത് നിങ്ങൾക്ക് മുടി പൊട്ടിപ്പോകാനൊക്കെ ഭയങ്കര ചാൻസ് ആണ്. മുടി ഭയങ്കര റഫായ ഫീൽ ആയിരിക്കും. സോ നിങ്ങൾ മുടിക്കായ വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ഒരിക്കലും മുടി കെട്ടിവെക്കരുത്, ടൈറ്റായി കെട്ടിവെക്കരുത്. മുടി എപ്പോഴും നിങ്ങളൊന്ന് ഡ്രൈ ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ പറഞ്ഞു ഓൾറെഡി, ഈ ഒരു ടൈം ഹെയർ ഫോൾ ഒക്കെ കൂടുതൽ ടെൻഡൻസി ഉണ്ടാവും, ഭയങ്കര ഹ്യൂമിഡിറ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. സോ ഈ ഒരു ടൈം നിങ്ങൾ ഒരുപാട് ഹീറ്റ് നിങ്ങൾ ഹെയറിൽ യൂസ് ചെയ്യരുത്. ഹീറ്റ് നിങ്ങൾ മാക്സിമം കുറയ്ക്കുക. അത്യാവശ്യം വേണ്ടുന്ന സാഹചര്യത്തിൽ മാത്രം കുറയ്ക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഫാനിന്റെ ചോട്ടിൽ ഇരുന്നിട്ട് മുടി നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കുക കേട്ടോ. പിന്നെ വന്നിട്ട് നമ്മൾ ഫേസ് മാത്രമല്ലല്ലോ, നമ്മൾ തല നനയാനും ചാൻസ് ഉണ്ട് ഈ മഴക്കാലത്ത് പുറത്ത് ഇറങ്ങുമ്പോഴൊക്കെ. സോ ഈ ഒരു മഴവെള്ളം ഭയങ്കരമായിട്ട് എന്തായിരിക്കും, ഡേർട്ട് ആയിരിക്കും, ഭയങ്കര പൊല്യൂട്ടഡ് ആയിട്ടുള്ള വാട്ടർ ആവാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ അന്തരീക്ഷത്തിലുള്ള ഈ ഒരു വായുമലിനീകരണം എന്നുള്ള നമുക്ക് കാണുന്നോണ്ട് കാണാൻ പറ്റില്ലെങ്കിലും അതിനുള്ളിൽ ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും, ഭയങ്കര പൊല്യൂട്ടഡ് ആയിരിക്കും. സോ അതിലേക്ക് വരുന്ന ഈ ഫസ്റ്റ് റെയിനൊക്കെ അങ്ങനെ വരുന്നതായിരിക്കും. സോ നിങ്ങൾ ആ ഒരു വെള്ളം നനഞ്ഞിട്ടുണ്ടെങ്കിൽ, മഴവെള്ളത്തിൽ നിങ്ങൾ കുളിക്കുക, മഴവെള്ളം നനഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ടാപ്പ് വാട്ടറിൽ നിങ്ങൾ ഹെയർ ജസ്റ്റ് ഒന്ന് ഫൈനലായിട്ടൊന്ന് വാഷ് ചെയ്യണം. അതിന് ശേഷം മാത്രം നിങ്ങൾ ഡ്രൈ ആക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, നിങ്ങൾ മുടി കോംബ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ടൈപ്പ് ഉള്ള കോംസ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ചെറിയ ചെറിയ എന്താ പറയുക, ചെറിയ ചെറിയ അടുത്തടുത്തുള്ള ബ്രഷസ് ഉള്ള കോമ്പ് നിങ്ങൾ യൂസ് ചെയ്യാണ്ടിരിക്കുക. നിങ്ങൾ വൈഡ് ആയിട്ടുള്ള ടൈപ്പ് കോമ്പ് നിങ്ങൾ യൂസ് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് മുടിയൊക്കെ നന്നായിട്ട് പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ ഇതുപോലത്തെ കോംസ് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഹെയർ കെയറിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഡാൻഡ്രഫ് ഒക്കെ ഗ്രോ ചെയ്യാനായിട്ട് നനവ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ നനവിലായിരിക്കും ഫംഗൽ ഗ്രോത്ത് ഒക്കെ ഭയങ്കരമായിട്ട് കൂടുക. സോ നിങ്ങൾ അമിതാവുന്നതിന് മുന്നേ തന്നെ കൺസൾട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. ഇത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള ഹെയർ കെയർ അതുപോലെ സ്കിൻ കെയർ നിങ്ങളൊന്ന് ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ശ്രദ്ധിക്കുക. അത് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ബേസിക് ടിപ്സ് ഞാൻ പറഞ്ഞെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കൊരു ഓർമ്മപ്പെടുത്തലായി ഞാൻ വിചാരിക്കുന്നു. സോ ഇത് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എന്തെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇനി ഞാൻ വിട്ടുപോയിട്ടുള്ള എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ട് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുകൂടെ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കാതെ എനിക്കും നമ്മുടെ മറ്റു വ്യൂവേഴ്സിനൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. സോ ഇനി എന്ത് കോണ്ടന്റ് കാര്യങ്ങളാണ് വേണ്ടതെന്ന് മടിക്കാണ്ട് കമന്റ് ചെയ്തോളൂ. പറ്റുന്നതാണെങ്കിൽ എന്തായാലും ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. സോ അത്രയ്ക്കേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.